അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിങ് ഒരു ഹെൽമെറ്റിൻ്റെ ആണ്. ആക്സോറിൻ്റെ എപെക്സ് വെനമസ് എന്ന് പറഞ്ഞ മോഡൽ ഹെൽമെറ്റിന് അൺബോക്സിങ് ആണ്. ആക്ച്വലി അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഷോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് അൺബോക്സിങ് കഴിഞ്ഞതാണ്. പക്ഷെ നമുക്കൊന്നും കൂടി ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മോഡൽ നെയിം എന്ന് പറയുന്നത് ആക്സോർ എപെക്സ് വെനമസ് ആണ്. കളറ് ഡൾ ബ്ലാക്കും മീഡിയം ബ്ലൂവും കൂടിയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യാം. നമുക്കപ്പോൾ ആദ്യം ഈ ബോക്സിൽ കണ്ടൻസ് ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പം ഇതാണ് ഹെൽമെറ്റ്. പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന. അപ്പം ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. ഇതൊരു കവറിങ്ങിലാണ് വരുന്നത്. നമുക്കത് ഹെൽമെറ്റ് ഒന്നും മാറ്റി വെച്ചിട്ട് വേറെ എന്തൊക്കെയാണ് ബോക്സിലുള്ളതെന്ന് നോക്കാം. ഓക്കെ, പിന്നെ ബോക്സിൽ വരുന്നത് ഈ ഒരു ഇത്ര കവറിങ് ആണ്. ഒന്നുമില്ല, ബോക്സ് മാറ്റി വെക്കാം. ആദ്യം നമുക്ക് ഈ കവറിങ്ങിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്, ഈ ഒരു പൗച്ചിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ജസ്റ്റ് കാണാം. പൗച്ചിൻ്റെ അകത്ത് വരുന്നത് ഒന്ന്, ഇതൊരു സ്പോയിലറാണ്. ഇത് ഹെൽമെറ്റിന്റെ ബാക്കിൽ വരുന്നതാണ്. ഞാൻ അതിന് വരെ ഹെൽമെറ്റിന് അത് ഊരിയിട്ട് ഒരു നോർമൽ കവറിങ് ആണ് ബാക്കിൽ വെച്ചത്. അത് ഞാൻ ഹെൽമെറ്റ് തുറക്കുമ്പോൾ കാണിച്ചു തരുന്നത് എവിടെയാ വരിക എന്നുള്ളത്. പിന്നെ വരുന്നത് ഒരു യൂസർ മാനുവലും കുറെ സ്റ്റിക്കേഴ്സും ആണ്. സ്റ്റിക്കേഴ്സ് പറയുമ്പോൾ ഒന്ന് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പും കാര്യങ്ങളും പറയുന്നതും, പിന്നെ താഴെ ഒരു ചെറിയ വാർണിംഗ് ഉണ്ട്. എന്താ പറയുക, ഇൻ കേസ് ഓഫ് ആക്സിഡന്റ് ഡു നോട്ട് റിമൂവ് ദ ഹെൽമെറ്റ് അൺലെസ് യു ആർ എ ഡോക്ടർ ഓർ മെഡിക്കൽ അസിസ്റ്റന്റ്. അതെന്ന് വെച്ചാൽ മെഡിക്കൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്കൊരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക മെഡിക്കൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെയോ സൂപ്പർവിഷനിൽ മാത്രം ഹെൽമെറ്റ് അഴിക്കുക എന്നുള്ളതാണ് അത് പറയുന്നത്. പിന്നുള്ള കുറച്ച് റിഫ്ലക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഹെൽമെറ്റിന്റെ ബാക്കിലോ അതല്ലെങ്കിൽ നമ്മുടെ ബൈക്കുമല്ലോ എവിടെയെങ്കിലും ഒട്ടിക്കാം. പിന്നെ ഒരു ആക്സോറിന്റെ ഒരു സ്റ്റിക്കറുണ്ട്. ഇതും ഇതേപോലെ തന്നെ നമുക്ക് വണ്ടിയുമിട്ടെങ്കിലും ഒട്ടിക്കാം. പിന്നെ വരുന്നത് ആക്സോറിന്റെ ഒരു ജസ്റ്റ് ഒരു യൂസ് ബുക്ക്ലെറ്റ് ആണ്, മാനുവൽ ബുക്ക്ലെറ്റ് ആണ്. ഇത് ആക്സോർ എന്ന് പറയുന്നത് ആക്ച്വലി വേഗ ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വേഗ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഇന്ത്യയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് വേഗയാണ്. അപ്പൊ ഞാൻ കടയിൽ അന്വേഷിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് വേഗ ഇതിനെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ സെല് ചെയ്യാന്നാണ്. അപ്പൊ ഇതില് ഈ ബുക്ക്ലെറ്റില് ഇതിൽ പറയുന്ന കാണാം, അതായത് വേഗ എന്റർപ്രൈസ്. അപ്പൊ എനിക്ക് തോന്നുന്നത് വേഗ ഇമ്പോർട്ട് ചെയ്യില്ല, വേഗയുടെ തന്നെ ഒരു ബ്രാൻഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്കിനി ഹെൽമെറ്റിലേക്ക് കിടക്കാം. ഇതാണ് ഹെൽമെറ്റ്. അപ്പം അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ് ഒക്കെ വരുന്നൊരു ഹെൽമെറ്റ് ആണ്. പിന്നെ അത് ആദ്യം പറയാം, ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയതല്ല. ഇത് ഞാൻ എൻ്റെ വൈഫിന് വേണ്ടി വാങ്ങിയതാണ്. വൈഫ് റൈഡ് ചെയ്യാറില്ല, പക്ഷേ വൈഫ് പില്ലിനാണ്. വൈഫ് ഞാൻ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ എൻ്റെ പിന്നിലിരിക്കാറാണ്. അപ്പൊ അവൾക്ക് ഡ്രൈവിംഗ് അറിയില്ല, അപ്പൊ റൈഡ് ചെയ്യാറില്ല. പക്ഷേ നമ്മള് എന്താന്ന് വെച്ചാല് ഇപ്പോഴത്തെ നമ്മളെ റോഡുകളുടെ അവസ്ഥയും എല്ലാം വെച്ചിട്ട് റൈഡ് ചെയ്യുന്ന ആൾ എന്തായാലും ഹെൽമെറ്റ് ഇടണം. അതേപോലെ തന്നെയാണ് പില്ലിയനും ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്യണം എന്നുള്ളത്. അതും ഏതെങ്കിലും ഒരു ഹെൽമെറ്റ് പോരാ, നല്ലൊരു ഹെൽമെറ്റ് യൂസ് ചെയ്യണം. കാരണം ഒരു അപകടം പറ്റുമ്പോൾ ഒരു റൈഡ് ചെയ്യുന്ന ആൾക്ക് എത്രത്തോളം അല്ലെങ്കിൽ റൈഡ് ചെയ്യുന്ന ആൾക്ക് എത്രത്തോളം പരിക്ക് പറ്റുമോ അത്ര തന്നെയോ അല്ലെങ്കിൽ അതിലധികമോ ആണ് നമ്മുടെ പില്ലിയന് പരിക്ക് പറ്റുക. അപ്പൊ നമ്മളെ സേഫ്റ്റിനെസ്സിനോ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അവരുടെ സേഫ്റ്റിനെസ്സും. അപ്പൊ നിങ്ങൾ എന്ത് വെച്ചാൽ നിങ്ങളൊരു പില്ലിയനായിട്ടാണ് എപ്പോഴും റൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കും കൂടി ഒരു ഹെൽമെറ്റ് വാങ്ങുക. അപ്പൊ ഞാൻ ആദ്യം വൈഫ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഓപ്പൺ ഫേസ് ഹെൽമെറ്റ് ആണ്. പക്ഷെ അത് അത്ര ഒരു സേഫ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. റൈഡ് ചെയ്യുന്ന ആള് പിന്നിലിരിക്കുന്ന ആളാണെങ്കിലും ഒരു ഓപ്പൺ ഫേസ് ഹെൽമെറ്റ് എന്ന് പറയുന്നത് അത്ര സേഫ് അല്ല. കാരണം നമുക്ക് തലയ്ക്ക് മാത്രമല്ല നമ്മുടെ ഫ്രണ്ടിലെ ചിന്നിനും ഒക്കെ ഒരു ആക്സിഡന്റ് സമയത്ത് നല്ല പരിക്ക് പറ്റും. അപ്പൊ അതിനെ കൊണ്ടാണ് ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റിലേക്ക് സ്വിച്ച് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് ഈ ഹെൽമെറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അപ്പം ഈ ഹെൽമെറ്റ് എന്ന് പറയുന്നത് DOT EC സർട്ടിഫൈഡ് ആണ്. നിങ്ങൾക്ക് ടാക്കിൽ കാണാം.
DOT എന്ന് പറഞ്ഞാൽ ഫെഡറൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതൊരു US സർട്ടിഫിക്കേഷൻ ആണ്. US ഏതൊരു വാഹന എന്താ പറയുക ഹെൽമെറ്റിനും ഈ DOT സർട്ടിഫൈഡ് ആയിരിക്കണം എന്നാണ്. അതേപോലെ തന്നെ EC എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് കമ്മീഷൻ ഫോർ യൂറോപ്പ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ. അത് യൂറോപ്പിൽ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഇവിടെ ISI എന്ന് പറയുന്ന പോലെ US-ന് DOT-യും യൂറോപ്പിന് EC ആണ്. പക്ഷെ അത് ISI-യും ഇതും ബാക്കിയുള്ള സർട്ടിഫിക്കേഷൻസ് നമ്മൾ മാറ്റം വരുന്നത് എന്താണെന്ന് വെച്ചാൽ DOT-യും EC എന്ന് പറഞ്ഞാൽ വളരെ അവർക്ക് കുറെ സ്ട്രിഞ്ചന്റ് കണ്ടീഷൻസ് ഉണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹെൽമെറ്റ്സിന് മാത്രമേ അവർ DOT-യിലെ EC സർട്ടിഫിക്കേഷൻ കൊടുക്കുള്ളൂ. നമ്മൾ ISI എന്ന് പറയുന്നത് കുറച്ചും കൂടി ലീനിയന്റ് ആണ്. അപ്പം അതിന്റെ അത്ര സ്ട്രിക്റ്റ് അല്ല അതിന്റെ സർട്ടിഫിക്കേഷന്റെ റൂൾസും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഒരു DOT EC സർട്ടിഫൈഡ് ഹെൽമെറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക ISI സർട്ടിഫൈഡ് ഹെൽമെറ്റിനെക്കാട്ടും എപ്പോഴും സേഫ് ആയിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഹെൽമെറ്റ് തൊട്ട് നോക്കിയാൽ തന്നെ കാണാം ഇതിന്റെ ഷെല്ലിന്റെ ഹാർഡ്നെസ്സും അതേപോലെ തന്നെ ഫ്രണ്ട് ലെച്ചിന്റെ ഹാർഡ്നെസ്സും ഉള്ളിലെ ഫോമിന്റെ തിക്നെസ്സും ഇതെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് രണ്ട് ഹെൽമെറ്റും ഒന്ന് ഒരുമിച്ചെടുത്ത് കമ്പയർ ചെയ്താൽ തന്നെ അതിന്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇതാണ് ഹെൽമെറ്റ് വരുന്നത്. ഹെൽമെറ്റിന് വൈസർ എന്ന് പറയുന്നത് ആന്റി ഫോഗ് വൈസർ ആണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു തണുപ്പുള്ള പ്രദേശങ്ങളിലൂടെ അങ്ങനെയൊക്കെ റൈഡ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക നമ്മളെ ഗ്ലാസും ഒരിക്കലും ഒരു ഫോഗ് വരില്ല. അതുകൊണ്ട് തന്നെ ഇത് ആന്റി ഫോഗ് ആണ്. അതേപോലെ തന്നെ ഇതിൽ ഇവർ പറയുന്നത് ഇത് ആന്റി സ്ക്രാച്ച് ആണെന്നാണ്. അത് അറിയില്ല, എന്തായാലും നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആന്റി സ്ക്രാച്ചിന്റെ. അതെന്തായാലും വൈസർ എന്ന് പറയുന്നത് ആന്റി ഫോഗ് വൈസർ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇത് ഡുവൽ വൈസർ ആണ്. നിങ്ങൾക്കൊരു സൺ വൈസർ ഉള്ളിലുണ്ടാവും. അതേപോലെ തന്നെ അത് എന്താ വെച്ചാൽ നമ്മൾ നൈറ്റ് ഒരു ആഫ്റ്റർനൂൺ സമയത്തൊക്കെ റൈഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മെയിൻ വൈസർ എന്താ പറയുക ഒരു ടിൻറ്റഡ് ആണെങ്കിൽ നമുക്ക് നൈറ്റ് റൈഡ് ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയുക സൺവൈസർ ആണ് ഇതിന് വരുന്നത്. ഇതെന്ന് പറയുന്നത് എല്ലാം റിമൂവബിൾ ആണ്. നമുക്ക് ഇപ്പം എന്താ പറയാ നമ്മള് ഇതെല്ലാം ക്വിക്ക് റിലീസ് എന്നാണ് ഇതിന് പറയുന്നത്. നമ്മൾ വൈസർ ആയാലും ശരി, ഇന്നർ വൈസർ ഔട്ടർ വൈസർ ആയാലും ശരി, ഇന്നർ വൈസർ ആയാലും ശരി, സൺ വൈസർ ആയാലും ശരി, എല്ലാം നമുക്ക് പെട്ടെന്ന് ക്വിക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്താ പറയുക ഈ ആക്സോർ പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് എയർ ഇൻടേക്സ് ഉണ്ട്. അത് ടോപ്പിലുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലും കുറച്ച് എയർ ഇൻടേക്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ ബാക്ക് പോർഷൻ. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ഒരു എന്താ പറയുക സ്പോയിലർ. ഈ സ്പോയിലർ എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെയാണ് വരിക. ഇത് വെക്കുന്ന രീതി അതെ, ഇത് ഇവിടെയാണ് ഇത് വരിക. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ നോക്കിയാൽ കാണും ഒരു ചെറിയ ബ്ലാക്ക് സ്പോട്ട് ഉണ്ട്. ആ സ്പോട്ട് തുറന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ബാക്കിൽ ഫിറ്റ് ചെയ്യും. അത് കാണാൻ ഭംഗിയൊക്കെയാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മള് കയ്യിൽ നിന്ന് ഹെൽമെറ്റ് വീണ് കഴിഞ്ഞാൽ ഇതപ്പം പൊട്ടിപ്പോകും. അപ്പൊ അതിന് പകരം ഞാനിത് ഊരിയിട്ട് ഇത് നോർമൽ ഒരു ബാക്കിൽ നമുക്കൊരു ക്ലോസിങ് വെക്കാൻ പറ്റും. അത് വെച്ചതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാറ്റുന്ന സമയത്ത് എന്താ പറയുക ഇവിടെ രണ്ട് ഹോൾസ് വരും. ഈ എന്താ പറയുക നമ്മൾ ഈ സ്പോയിലർ നിൽക്കാനുള്ള അതിനവിടെ ഒരു റബ്ബർ ക്ലോസിങ് ഉണ്ടാവും. അതെന്തായാലും തിരിച്ചിടുക, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിലൂടെയൊക്കെ വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഹെൽമെറ്റിന് വരുന്നതിന് ഡബിൾ ചിന്നാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഡബിൾ ചിന്നാണ് വരുന്നത്. ഇതെല്ലാം റിമൂവബിൾ ആണ്. നിങ്ങൾക്ക് ഉള്ളിലേക്ക് നോക്കിയാൽ കാണാം ഇതെല്ലാം റിമൂവബിൾ ആയ പാർട്ടുകളാണ്. നമുക്ക് ഒരു വാഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ഇതിന് എല്ലാ പാർട്ടും നിങ്ങൾക്ക് റിമൂവബിൾ ആണ്. അതേപോലെ തന്നെ ഇതില് വേറൊരു മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ് എന്താണെന്ന് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പോർഷൻ. എന്താ വെച്ചാൽ നമ്മൾ അകത്തേക്ക് കയറുന്ന എയറിനെയൊക്കെ ഇത് ഒരുപാട് തടഞ്ഞു നിർത്തും. അപ്പൊ നിങ്ങളൊരു വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മൈക്കിനുള്ളിൽ വെച്ചാൽ കൂടുതൽ എന്താ പറയുക ഈ എയറിന് വരുന്ന ആ ഒരു ഡിസ്റ്റർബൻസ് നിന്ന് കിട്ടും. പിന്നെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇത് ഡബിൾ ഡി ക്ലിപ്പ് ആണ് ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്നത്. അപ്പൊ ഈ ഡബിൾ ഡി ക്ലിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ക്ലിപ്പ് വരുന്നത് ഒരു സ്പ്രിംഗ് ആക്ഷനിലാണ്. അപ്പൊ ഒരു എന്താ പറയാ ഒരു ഹൈ ഇമ്പാക്ട് കൊളീഷൻ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ അഥവാ വാഹനത്തിന് തെറിച്ചു പോവുകയാണെങ്കിൽ ആ എന്താ പറയുക ആ സ്പ്രിംഗ് ആക്ഷൻ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഹെൽമെറ്റ് നമ്മളെ തലേന്ന് തെറിച്ചു പോകും. അപ്പൊ അതിന് പേരാണ് ഇത് ഡബിൾ ഡി ക്ലിപ്പ് വരുന്നത്. ഈ ഡബിൾ ഡി ക്ലിപ്പിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോ ഇട്ട് കാണിച്ചു തരാം. ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഒരിക്കലും വിടില്ല. നമ്മളിത് എത്ര വലിക്കാൻ നോക്കുന്നു അത്രയും ഇത് ഇവിടെ ലോക്കായി നിൽക്കുക ചെയ്യുക.
പിന്നെ ഒന്നും കൂടി സേഫ്റ്റി ആയിട്ട് നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്തൊരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, അതിലേക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സേഫ്. അല്ലാണ്ട് തന്നെ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് വിട്ടുപോകില്ല. അപ്പൊ നമ്മൾക്കൊരു ആക്സിഡന്റ് പറ്റിയാലും എന്ത് പറ്റിയാലും ഇത് ഒരിക്കലും ഹെൽമെറ്റ് തലേന്ന് തെറിച്ചു പോകില്ല. ഇപ്പൊ നോർമൽ നമ്മളെ എന്താ പറയുക ക്ലിപ്പ് വരുന്ന ഇതാണെങ്കിൽ ഇത് പെട്ടെന്ന് ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഈ ഡബിൾ ഡി ക്ലിപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പം അത് കൂടുതൽ നമുക്ക് സേഫ്. അതേപോലെ തന്നെ ഇതിന്റെ ഷെല്ലൊക്കെ നിങ്ങൾക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം, എന്താ പറയുക വളരെ ഹാർഡായ ഒരു എന്താ പറയുക ഷെൽ കേസിംഗ് ആണ് ഇതിന് വരുന്നത്. അതൊന്നും കൊണ്ടൊന്നുമല്ല, വേറെ ഒന്നും കൊണ്ടല്ല, ഇതിന്റെ ഈ സർട്ടിഫിക്കേഷനാണ്. അതേപോലെ തന്നെ ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1500 grams ആണ്. അത് ഒരു നോർമൽ വെയിറ്റ് തന്നെയാണ്. കാരണം ഇതിൽ ലോ വെയിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു 1300 1400 വരെയൊക്കെയാണ് എന്താ പറയുക പല ഹെൽമെറ്റ്സും വരുന്നത്. ഇപ്പൊ M20 ആണെങ്കിലും അതേപോലെ തന്നെ വേറെ കുറച്ചും കൂടി AGVന്റെയോ അങ്ങനെ ഹയർ ബ്രാൻഡ്സ് ആണെങ്കിൽ തന്നെ 1300 gram ഒക്കെ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ ഇതൊരു വലിയ വെയിറ്റ് ഒന്നല്ല, ഒരു നോർമൽ വെയിറ്റ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത് ആന്റി ബാക്ടീരിയൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ വെച്ചിട്ട് അത് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇതിന്റെ അകത്തൊക്കെ നമ്മൾ ഇയർഫോക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഈ ആന്റി ബാക്ടീരിയലിനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. പക്ഷെ ഇവർ പറയുന്നത് ഇത് ആന്റി ബാക്ടീരിയൽ ആണെന്നാണ്. എന്തായാലും നോക്കാം അത്. അപ്പം ഇത് ഹെൽമെറ്റിന് നിങ്ങൾക്ക് എന്താ പറയാ ഗ്രാഫിക്സ് ഒക്കെ നോക്കി അറിയാം, നല്ലൊരു ഹെൽമെറ്റ് ആണിത്. അപ്പം ആർക്കെങ്കിലും ഇത് ഹെൽമെറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഈ ആക്സോറിന്റെ ഹെൽമെറ്റിന് വേറെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് കുറെ പീസസ് ഉണ്ട്. ഇപ്പം നമ്മളെ വൈസർ പൊട്ടിപ്പോയി, അതല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ ഈ ചെയിൻ എന്തെങ്കിലും ഡാമേജ് വന്നു, അല്ലെങ്കിൽ നമുക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ബാക്കിലെ ഈ ഇത് നമ്മളെ സ്പോയിലർ പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമ്മുടെ ഉള്ളില് ഈ കുഷ്യൻസില് വരുന്ന ഇത് മാറ്റണം. ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ആക്സോറിന്റെ ഓൺലൈനിൽ തന്നെ അവരെല്ലാ ഹെൽമെറ്റിന്റെ സ്പെയർസും അവരുടെ ഹെൽമെറ്റിന്റെ എല്ലാ സ്പെയർസും ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്ന കോഴിക്കോട് എന്താ പറയുക ആക്സോറിന്റെ ഒരു ഓതറൈസ്ഡ് ഡീലർ എടുത്തുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഹെൽമെറ്റ് വാങ്ങുമ്പോൾ കഴിയുന്ന ഒരു ഓതറൈസ്ഡ് ഡീലർ എടുത്തുനിന്ന് വാങ്ങും. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒറിജിനൽ പ്രൊഡക്റ്റ് തന്നെ കിട്ടും, ഒരിക്കലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടൂല. അതേപോലെ തന്നെ ഈ ഓതറൈസ്ഡ് ഡീലർ എടുത്ത് നമ്മളെ എന്താ എല്ലാ ഇതിന് വേണ്ട സ്പെയർസും ഇപ്പം ഇതിന്റെ ഈ ഫ്രണ്ടിൽ വരുന്നതാണ് ഇതിന് ആന്റി ഫോഗിനെ സപ്പോർട്ട് ചെയ്യുന്ന പീസ്. ഇതൊക്കെ നമ്മൾ ഡാമേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഷോപ്പിൽ നിന്ന് തന്നെ ഈ പീസ് മാത്രമായിട്ട് വാങ്ങാൻ പറ്റും. അതിപ്പോ എല്ലാ ഹെൽമെറ്റിനും അങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് ആക്സോറിന് എന്തായാലും ഞാൻ ആ ഷോപ്പിൽ വെരിഫൈ ചെയ്തു, അത് കിട്ടുന്നുണ്ട് അവിടെ. അപ്പൊ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിന്റെ വില എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിന്റെ വില 4800 ആയിരുന്നു. അതിപ്പോ ഓരോ ഷോപ്പിനനുസരിച്ച് മാറുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ വാങ്ങിച്ചപ്പോൾ ഇത് 4800 ആയിരുന്നു ഇതിന്റെ പ്രൈസ്. എന്തായാലും ഈ 4800 നല്ലൊരു ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്ന വേറെ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം കാരണം ഞാൻ ഇതിന് LS2 ആയിട്ടും അല്ലെങ്കിൽ ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന ബാക്കി ഹെൽമെറ്റ്സ് ആയിട്ടൊക്കെ കമ്പയർ ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് എന്താ പറയാ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വെർത്താന്നാണ്. അപ്പൊ ആർക്കും എന്താ പറയുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആക്സോറിന്റെ സൈറ്റിൽ കയറിയാൽ അവരെല്ലാ മോഡൽസും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവരൊരു ഓതറൈസ്ഡ് ഡീലറിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്കൊന്ന് അവിടെ ട്രയലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും മേടിക്കുക. പക്ഷെ നിങ്ങൾ റൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തായാലും റൈഡ് ചെയ്യുമ്പോൾ നിങ്ങളും ഹെൽമെറ്റ് വെക്കണം, നിങ്ങളെ പില്ലിനും എന്തായാലും നിർബന്ധമായും ഹെൽമെറ്റ് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹെൽമെറ്റിന് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കില്ല നമുക്കൊരു ആക്സിഡന്റ് പറ്റി അതിന് വരുന്ന മെഡിക്കലോ ചിലവോ ഒക്കെ നോക്കുമ്പോൾ അതെല്ലാം ഒരാളെ ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ ഒരിക്കലും ഈ എമൗണ്ടിനെക്കാട്ടും വലുതല്ലല്ലോ. മീൻസ് നമ്മുടെ ജീവനെക്കാട്ടും വലുതല്ലല്ലോ ഈ നമ്മളിതിന് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്. അപ്പൊ അതിനെ കൊണ്ട് നിങ്ങൾ എന്തായാലും നല്ലൊരു ഹെൽമെറ്റ് വാങ്ങിച്ചിടുക. അപ്പൊ ഈ ഹെൽമെറ്റ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഇത് നല്ല ഓപ്ഷനായി തോന്നി. അപ്പൊ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇത് കാണിച്ചത്. അപ്പൊ നിങ്ങൾക്ക് അഥവാ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ കൂടുതൽ ഇതേപോലെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ റൈഡ് റിലേറ്റഡ് അല്ലെ ടെക്നോളജി റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.